ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് ന്യൂസിലൊക്കെ തരംഗം. ആലപ്പുഴയിൽ എല്ലാവരെയും ആരും ഉറങ്ങിയിട്ട് പോലില്ല. അതും ഉറക്കം വരുത്തിപ്പിച്ചിട്ടില്ലാത്ത കുറുവ സംഘത്തിനെ നമ്മൾ പറയാൻ പോണത്. ഇതിപ്പോൾ എൻ്റെ അമ്മയുടെ നാടാണ് ആലപ്പുഴ. എൻ്റെ അമ്മയ്ക്ക് ഇത്തിരി ടെൻഷനുണ്ട്. അതും അവിടെ അമ്മയുടെ ചേച്ചിയുണ്ട്. അമ്മയുടെ ചേച്ചിയുടെ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അതിനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പുറത്ത് കുറേ ചെരുപ്പിടണം. വീട്ടിൽ പഴയ ചെരുപ്പുണ്ടെങ്കിൽ പഴയ ചെരുപ്പ്, പുതിയ ചെരുപ്പുണ്ടെങ്കിൽ പുതിയ ചെരുപ്പ്, എല്ലാ ചെരുപ്പും ഇടണം. അപ്പോൾ പിന്നെ കള്ളന്മാർക്ക് മനസ്സിലാവും കുറേ പേരുണ്ട്, അയ്യോ ഇവിടെ കയറാൻ പറ്റില്ല. എല്ലാവരും പല പല സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്നവരങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ല, 2 കുട്ടികളോ 3 കുട്ടികളോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇനി നമ്മൾ ഉറങ്ങുവാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? പിന്നെ ഒരു മാക്സിമം കതക് ഇരുമ്പാക്കണം. ഇരുമ്പിൻ്റെ ആക്കണം. ഇരുമ്പിൻ്റെ കതകാണ്. ഞങ്ങളുടെയൊക്കെ അടുക്കള ഭാഗം ഇരുമ്പിൻ്റെ, അതുകൊണ്ട് പൊളിച്ചു തരാൻ പറ്റില്ല. ആൾക്കാർക്ക് പൊളിച്ചു തരാൻ എൻ്റെ കതകൊന്നും പറ്റില്ല. അത് ഇരുമ്പിൻ്റെ, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ നമ്മൾ ഒരു നല്ല ശബ്ദമുള്ളൊരു കലം, എന്നിട്ടൊരു ഗ്ലാസ് കൊടുക്കണം, നല്ല ശബ്ദമുള്ളത്. അത് നമ്മൾ കതക് മുന്നോട്ട് തുറക്കുന്ന കതകിൽ ഇവിടെ വെക്കണം. കതകിൻ്റെ അപ്പുറത്ത് വെക്കണം. അപ്പോൾ കതക് ആദ്യം ഗ്ലാസ് വെക്കണം മറിച്ചിട്ട്, അതിൻ്റെ മുകളിൽ കലം വെക്കണം, നല്ല ചെല്ലും. എന്നിട്ട് കള്ളന്മാർ ഇങ്ങനെ വെക്കുമ്പോൾ കതക് ഇങ്ങനെ തുറക്കുമ്പോൾ ആ കലം എല്ലാം താഴ്ത്തു വിടും. എത്ര വലിയ കള്ളന്മാരായാലും പേടിച്ചോടും. അത് അവർക്കറിയാം. അവർക്കറിയാം അത് അവർക്കറിയാം മറ്റേ ആൾക്കാർ വരുമെന്ന്. അതുകൊണ്ട് അത് ചെയ്യണം. പിന്നെ കുറുവാ സംഘങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. അവിടെ മാക്സിമം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കും. പുറക്കുവാണെങ്കിൽ പൈപ്പൊക്കെ തുറന്നിടും. ഇവിടുത്തെ പൈപ്പ് തുറന്നിടും. ആട്, പശു അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കരയിപ്പിക്കും. ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പട്ടിയുണ്ട്, പക്ഷേ ബുള്ളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, കടിച്ചോളൂ. അപ്പോൾ ബുള്ളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് കടിച്ചോളൂ. ബുള്ളൊക്കെ ഇല്ല കേട്ടോ, മറ്റേ പിപ്സ്, ലാബ്. അപ്പോൾ ലാബ് ഉള്ളതുകൊണ്ട് കടിക്കും നല്ലപോലെ. അത് എന്നെയൊക്കെ കടിച്ചിട്ട്, എന്നെയല്ല എൻ്റെ അമ്മമ്മേനെ കടിച്ചിട്ട്. അപ്പോൾ ലാബാണ്, അതുകൊണ്ട് കടിക്കും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പട്ടിയുണ്ട്, കരയിപ്പിക്കാൻ പറ്റില്ല. പിന്നെ കുറുവാ സംഘങ്ങൾ ഒരു കൊച്ചു കരയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ സാധനം പുറത്ത് സ്പീക്കർ ഉണ്ടാവും, ഇടയിൽ ചെറിയ മിനി സ്പീക്കർ, അത് വെച്ച് പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊരു വേദി, കൊച്ചു കരയണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയി നോക്കും. അപ്പോൾ കുറുവാ സംഘം നിന്ന് പുറകെ നമ്മളെ അടിച്ചിടും. പിന്നെയുള്ളത് കുറുവാ സംഘം ചെയ്യുന്നത്, ബെല്ല് കുറേ തവണ അടിക്കും. നമ്മുടെ ഡോർ ബെല്ലില്ലേ, അത് കുറേ തവണ ഇങ്ങനെ അടിച്ചിട്ട് മറ്റേ നമ്മൾ അടിക്കുമ്പോൾ, അതിപ്പോൾ നമുക്കറിയാം, അടിക്കുമ്പോൾ പുറത്തേക്ക് പോയത് സ്ട്രേഞ്ചറായിരിക്കും. അതപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, വലിയവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് തുറക്കരുത്, ജനൽ വഴി വെക്കണം. അറിയാലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുന്നത് ആലപ്പുഴ, കൊല്ലം, ഇപ്പോൾ തൃശ്ശൂർ വന്നിട്ടില്ല, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. കർണാടകയിൽ നിന്നാണ് ഇപ്പോൾ 2 പേരെ ഞാൻ പോലീസ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സീനില്ല. അപ്പോൾ പല വീട്ടിലും 3 ആൾക്കാർ വെച്ചാണ് കയറുന്നത്. അത് ഒരാൾ വേറൊരു സ്ഥലത്തിന്, ഒരാൾ വേറെ സ്ഥലത്തിന്, ഒരാൾ വേറെ സ്ഥലത്തിന്. പിന്നെ അവർ വരുന്നത് നല്ല പല മുഖം
കണ്ണ് മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. മുഖമൊക്കെ തോപ്പ് വെച്ച് മൂടിയിട്ടാണ്. വസ്ത്രമൊന്നും ഇടില്ല. നമ്മൾ വേണമെങ്കിൽ മനോരമ ന്യൂസ് വെച്ചാൽ മതി. പിന്നെ 2024 നോക്ക്. 24 ന്യൂസ്, 20 അല്ല 24 ന്യൂസ് വെച്ച് നോക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് സക്സസ് ആയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. എന്നാലും എനിക്ക് ഒന്ന് നോക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സക്സസ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയോ എന്നറിയില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റേ കലം വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ, കലം ഞങ്ങൾ വെക്കാറുണ്ട്. പണ്ടത്തെ വീട്ടിലെ എൻ്റെ അമ്മയുടെ അമ്മ, അതുകൊണ്ട് അമ്മ വെക്കാറുണ്ട്. പണ്ട് വെക്കാറുണ്ട്. എൻ്റെ അമ്മ പണ്ടത്തെ വീട്ടിൽ വെക്കാറുണ്ട്. കള്ളന്മാർ വരാതിരിക്കാൻ. അമ്മക്ക് നല്ല ശല്യമായിരുന്നു കള്ളന്മാർ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയൊരു രക്ഷ, ചെറുതല്ല വലിയൊരു രക്ഷയ്ക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരും രാത്രി പുറത്തേക്ക് ഇറങ്ങരുത്. എല്ലാം സേഫ്, സെക്യൂർ. സ്വർണ്ണമില്ലാത്തവർക്ക് കുഴപ്പമില്ല, വെള്ളയായാലും എടുത്തോണ്ട് പറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എല്ലാവരും കുറുവാ സംഘത്തിന് ഒന്നും കൂടി ഒന്ന് പേടിച്ചിരിക്കണം. പേടിക്കല്ല, നമ്മളിപ്പോൾ ഇത്തിരി കൂടി ധൈര്യം വേണം നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മൾ പോകുകയാണെങ്കിൽ ബെല്ലടിച്ചിട്ട് നമുക്ക് പോകാം. പക്ഷെ കുട്ടികൾ പോകരുത്. വലിയവർക്ക് വല്ല കത്തിയോ, അവരുടെ കയ്യിൽ വടി മാത്രമേ, പക്ഷെ നമ്മുടെ കയ്യിൽ കത്തിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പുറകിൽ എന്തെങ്കിലും ആൾക്ക് കേട്ടോ ഒറ്റൊരു ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റൊരു കുത്തല്ല. അപ്പോൾ അവൻ്റെ കണ്ണിലായിരിക്കും കൊള്ളാം. അത് ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റൊരു കുത്ത് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നുകൂടി പറയണം. പിന്നെ സക്സസ് ആയ കമൻറ്റും ചെയ്യണം. അപ്പോൾ ബൈ ബൈ, സീ യു.